നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, വാട്സപ്പിനകത്ത് വോയിസ് റെക്കോർഡ് ആകുന്നില്ല എന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട് മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നു, അതുപോലെ തന്നെ ആപ്പുകൾ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പല സുഹൃത്തുക്കളും പറയാറുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ മൊബൈൽ ഡാറ്റ സ്പീഡില്ല എന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട്. മൊബൈൽ ഡാറ്റ സ്പീഡില്ലാത്തതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്ത് നിങ്ങൾ റീസെറ്റ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലൊരു സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. ഇവിടെ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ റീസെറ്റ് ഓൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എറേസ് ഓൾ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റീസെറ്റ് ഓൾ സെറ്റിങ്സ് ഓപ്ഷനുണ്ട്. ചില മൊബൈൽ ഫോണിൽ ഫാക്ടറി റീസെറ്റ് എന്ന് കാണും, അതൊന്നും ക്ലിക്ക് ചെയ്യരുത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ആയി പോകും. ഇവിടെ ഏറ്റവും മുകളിൽ കാണാം റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്കോ ചോദിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഓക്കെ എന്നുള്ള ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീസെറ്റ് വൈഫൈ ബ്ലൂടൂത്ത് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന്. നമ്മുടെ മൊബൈൽ ഡാറ്റ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ വളരെ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വൈഫൈ പല ആളുകൾക്കും കൃത്യമായി ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ വൈഫൈ നമ്മുടെ മൊബൈൽ ഫോണിലൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലൂടൂത്തും കണക്റ്റ് ആകാൻ അല്പം സമയമെടുക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ബ്ലൂടൂത്ത് മൊബൈൽ നെറ്റ്വർക്ക് വൈഫൈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ സെറ്റിങ്സ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഓർക്കുക, വൈഫൈ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ വൈഫൈയുടെ പാസ്വേഡ് അറിയുന്നവർ റീസെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ പെയറിംഗ് നഷ്ടപ്പെടും. വീണ്ടും പുതുതായിട്ട് ബ്ലൂടൂത്ത് ഒന്ന് റീകണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ വൈഫൈ ബ്ലൂടൂത്ത് മൊബൈൽ ഡാറ്റ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ പല ആളുകളും പറയാം വാട്സപ്പിൽ വോയിസ് അയക്കുമ്പോൾ വോയിസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് പല സുഹൃത്തുക്കളും പറയാറുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ വോയിസ് പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്ന ഒരു പ്രശ്നം പല സുഹൃത്തുക്കളും പറയാറുണ്ട്. ഹീറ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജിലുണ്ടെങ്കിൽ ചാർജിൽ നിന്ന് മൊബൈൽ ഫോൺ ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ അല്പസമയത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നത് നിങ്ങൾക്ക് അത് തടയാൻ സാധിക്കും. മൊബൈൽ ഫോൺ ഹീറ്റായി വരുന്ന സമയത്ത് വീണ്ടും മൊബൈൽ ഫോൺ ചാർജിലിട്ട് കളിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കൊക്കെ ചെയ്താൽ മൊബൈൽ ഫോൺ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ വരെ കാരണമാകും. അതുകൊണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ വരുന്ന ഹീറ്റ് പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല, ചില ആപ്പുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പല സുഹൃത്തുക്കളും പറയാറുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോൺ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.